ആദ്യം പോകാൻ വിചാരിച്ചാൽ നോക്കുമ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് കേട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എന്തായാലും പറഞ്ഞു ഇവിടുന്ന് കഴിഞ്ഞിപ്പോൾ നീ പോയി കഴിഞ്ഞാൽ എന്തായാലും പെടും. അപ്പോൾ ഏറ്റവും നല്ലത് സൈക്കിൾ സർവീസിനോടത്തോ അല്ലെങ്കിൽ ഗംഭീര പണിയാന്ന് പറഞ്ഞു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ കയറുമ്പോൾ ലാസ്റ്റത്തെ ഡെക്കാത്തലാണ് ഗുവാഹട്ടി എന്ന് പറയുന്നത്. അവിടെയുള്ളൂ നോർത്ത് ഈസ്റ്റിൽ ആകെ ഒരു ഡെക്കാത്തലുള്ളത്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് പെടും. ബാക്കിലത്തെ ബ്രേക്ക് പേടും കിട്ടിയില്ല, ഫ്രണ്ടിലേക്ക് കിട്ടിയില്ല. ഗംഭീര പോസ്റ്റ്. അപ്പോൾ ഇന്ന് വീണ്ടും സൈക്കിൾ എടുത്തിട്ട് നേരെ ഡെക്കാത്തലോളേക്ക് പോകണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ സൈക്കിള് എനിക്ക് നേരെ വഴിക്കുക. അപ്പോൾ നേരെ ബൈക്കുമ്മ കയറ്റിയിട്ട് ആളുടെ സ്കൂട്ടി ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് കൊണ്ടുപോകാൻ ചേർത്തിട്ടുള്ള പരിപാടിയാണെന്ന്. ഞങ്ങൾ ഇവിടുന്ന് നേരെ സ്കൂട്ടി എടുത്തിട്ട് പോകണം കേട്ടോ. അവരങ്ങോട് ഒക്കെ സെറ്റാണ്. അതിന് പറയുമ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഡെക്കാത്തലോളേക്ക് സൈക്കിൾ സർവീസിന് കയറ്റിയിട്ട് 4 പ്ലേറ്റ് പേര് മാറ്റണം. പിന്നെ അല്ലറ ചില്ലറ പണികൾ മൊത്തത്തിലൊന്നും നോക്കുന്നുണ്ട്. സൈക്കിൾ കയറ്റിൻ്റെ ഫുള്ള് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സൈക്കിൾ എന്താണെന്നുള്ള അറിയുന്നില്ല. പിന്നെ ഈ ബേഗുണ്ട്, ഈ ബേഗിന് സിമ്പൊക്കെ ഇടാൻ വേണ്ടി കണ്ടില്ല. അപ്പോൾ അത് മാറ്റാൻ പറ്റുമോ നോക്കണം. ചെറിയ ചെറിയ പരിപാടികളുണ്ട് അങ്ങനെ. അപ്പോൾ ശരി, ഇതോടെ വെച്ചിട്ട് പോവാം. ഇനി അടുത്ത പരിപാടി നോക്കാം. അങ്ങനെ നമുക്ക് ഡെക്കാത്തലങ്കാർ ഈ ഇതിലുള്ള ബാഗ് എൻ്റെ ഇതിൻ്റെ വാറൻറ്റി കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ബാഗ് കടയിൽ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗം ഒരു ബാഗ് എന്ന് പറഞ്ഞിട്ട് ഇതിലേത് ബാഗ് വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ഡെക്കാത്തലങ്കാർ നല്ല ആൾക്കാരാട്ടോ, കണ്ടില്ല എല്ലാവരും പോലല്ല. അപ്പോൾ അവരത് സെറ്റാക്കിയാണുണ്ട്. അപ്പോൾ അതെടുക്കാനുള്ള പരിപാടിയാണ് ഇനി. അങ്ങനെ സൈക്കിൾ വാഷ് ചെയ്യുക കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നല്ല തിരക്കവിടെ. അപ്പോൾ അതെടുക്കുക നേരെ പോവുക. ഫുൾ ബാഗ് ഉണ്ട്. ഈ ബാഗ് നമുക്ക് തന്നുള്ളത് വേറെ കാശ് കൂടുതൽ കൊടുക്കാൻ ഇതൊക്കെ എടുക്കാട്ടോ. പക്ഷെ നമ്മളത് എടുക്കില്ല, നമ്മളതിനെ എടുത്താൽ മതി. അങ്ങനെ 3 കളറായിരുന്നു. ഒന്ന് നീല, ഇതും പിന്നെ ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്. പിന്നെ റെഡ് കളറാണ്, അത് വില കൂടുതല വേണ്ട. അപ്പം ശരി, ഇനി ഇവിടുന്ന് പോകണം കേട്ടോ. ബേഗറിന് അടി കാണണ്ട, അതിലൊക്കെ കളർ പോയിട്ട് കണ്ടോ? അല്ലല്ല, അത് സാധാ കടയിൽ നിന്ന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റാൻഡ് കണ്ടോ? ഓറേജ് കൊണ്ട് വളഞ്ഞു പോയി. പെട്ടെന്ന് സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രശ്നമില്ലാത്ത സർവീസ് അതിൻ്റെ പ്രശ്നം എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ ഡെക്കാത്തലങ്ങൾ പറ്റി കിട്ടാം. സൈക്കിളൊക്കെ ഡെക്കാത്തലങ്ങൾ പറ്റി ഫുള്ള് സെറ്റാക്കിയിട്ടാ. ഫുള്ള് നമ്മൾ ഒരു പഴപ്പല്ലായിട്ട് ചെയ്തൊന്നും സാധാരണ ഡെക്കാത്തലങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്തിരുന്നില്ല. അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു ബാഗ്, എൻ്റെ ബാഗിൻ്റെ വർഷം വേറെ നടന്നത് കഴിഞ്ഞു. ഞാനത് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും എൻ്റെ ബാഗിൽ സിബ് കടയുന്നു. സിബ് റെഡിയാക്കാൻ വേണ്ടി പോയതാ. ഞാൻ സൈക്കിൾ കൊണ്ടുപോയി വെറുതെ ചോദിക്കാന്നുള്ള ഫോർമാലിറ്റിക്ക് പോയതാ. അതിന് ഇന്നലെ ഞാൻ എൻ്റെ സൈഡ് ബാഗ് കൊണ്ടുപോയി നടന്നു. അതിൻ്റെ അതിന് പട്ട വരുന്നതുകൊണ്ട് ഒരു ക്ലിപ്പും വരുന്നുണ്ട്. ആ ക്ലിപ്പ് പൊട്ടി നടന്നു, അത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അത് മാറ്റാൻ വിചാരിച്ച് പോയി നടന്നു. അപ്പോൾ അഷ്കറിന് ആ ബാഗിനെ പുതിയത് വാങ്ങാനുണ്ടായിരുന്നു പറഞ്ഞു. അവരില്ല ബാഗില്ല. അപ്പോൾ ആദ്യം അത് ഞാൻ കൊണ്ടുപോയി നടന്ന് മാറ്റാൻ വേണ്ടി നോക്കി. അപ്പോൾ അവർ പറഞ്ഞു മാറ്റാമെന്ന് പറഞ്ഞ് മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അഷ്കറിൻ്റെ എൻ്റെ ബാഗില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ജാഗൊരു പീസുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അഷ്കറിന് കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു നീ ഇനി വരുമ്പോൾ ഒന്നോ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇന്ന് പോകുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കൊണ്ടുപോയപ്പോൾ അവർ ആ ബാഗിന് വരും വാറൻറ്റി കഴിഞ്ഞിട്ട് വരെ അവർ പുതിയ ബാഗ് തന്നു. നല്ല ആൾക്കാരാണ്, മനസ്സിലായി. ചിലവരാണെങ്കിൽ സമ്മതിക്കൊന്നുമില്ല. പക്ഷേ ഇവർ ഇങ്ങനെ ഓളിഞ്ഞ് ചെയ്യണതില്ല, കുഴപ്പമില്ല, സെറ്റാക്കിയണമെന്ന് പറഞ്ഞാൽ അവരുടെ റിസ്ക് ചെയ്തു തന്നു. അങ്ങനെ സൈക്കിൾ ഫുള്ള് സെറ്റായി, കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്ക് നാളെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇന്നിപ്പോൾ ഇനി ആൾ വന്നിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നറിയില്ല. ഇന്നലെ രാത്രി പോയിട്ട് 5 മണിക്കാണ് എത്തിയത്. എന്നിട്ട് 5 മണിക്ക് എത്തി. എന്നിട്ട് ഇപ്പോൾ 10 മണിക്ക് എണീറ്റ്. 5 മണിക്ക് ഇവിടെ എത്തി, 6 മണിക്ക് അതിൻ്റെ കിടക്കുമ്പോൾ 10 മണിക്കാണ് എണീറ്റത്. ഇനി അങ്ങനെയാണ് പരിപാടി നോക്കളാം. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇനി എന്താ പരിപാടി എന്നുള്ള അറിയില്ല. അങ്ങനൊന്നും പറയണ്ട. നമ്മുടെ മട്ടൻ കറി കഴിഞ്ഞിട്ടാ എല്ലാവരും ഉണ്ട്. മട്ടൻ കറി സിംഗറിന്റെ പേരെന്ന് പറഞ്ഞേ സുബിൻഗർ. ഈ ആസാമിൽ വെച്ചിട്ട് വലിയൊരു പാട്ടുകാരനാണ്. ഇയാൾ മരിച്ചുള്ള സമാധി ഇവിടേക്ക് വന്നുള്ള കേട്ടോ. അത് സമയം ഏകദേശം 1 മണി അതിൻ്റെ രാത്രി. ഈ നേരത്തോടെ തിരക്ക് നോക്കി
भाई वीडियो रिकॉर्ड करने का कोई प्रॉब्लम है? हाँ हम तो करने वाला है। हाँ ये इतना लेक में इतना आदमी है। अभी तो ऐसे के लिए आदमी लोग डर रहे हैं, नहीं तो हाँ इसका समाधि है इधर। हाँ ये समाधि है। എന്താലേ ഈ നേരത്തെ ഒരു മരി തിരക്ക് നോക്കി ഇയാൾ മരിച്ചിട്ടുള്ള എന്റെ സമാധിയുടെ അവിടേക്ക് വന്നിട്ടുള്ള കേട്ടാ 1 മണി എന്ന് പറഞ്ഞില്ലേ ഞാൻ. जहाज जलाया ना, हाँ उधर ही है। हाँ ये इधर टेम्पल है जहाँ तुम्हारा वो जो बंद करते हैं ना हम लोग। हाँ हाँ ये बोन का। हाँ मरने के बाद जो जलाते हैं, हाँ वो कंस्ट्रक्शन चल रहा है अभी पूरा म्यूजियम के लिए। हाँ ये काम चल रहा है अभी पूरा। उसका घर इधर ही है नहीं नहीं नहीं, गुवाहाटी में। गुवाहाटी में। गुवाहाटी जोरहाट। हाँ എന്തായാലും ഈ നേരത്തെ ഒരു ഇത്ര തിരക്കിലായി. अबे टेंपल बनने ये वाला है। कितना महीने हो गए मरने के बाद में? एक महीने भी नहीं हुआ। 1 महीने। अभी कितना आज कितना 1 महीना हुआ। 1 महीने हुआ। लास्ट 19 को था, अभी 19 पार हो गया, अभी 23 26 हो गया ना। हाँ। 5-6 दिन। എന്താ എന്തൊരാൾക്കാരും രാത്രി 1 മണിയായിട്ട സമയം. അവിടെ ആളുടെ എന്താ അസ്ഥി എന്താ വെച്ചിട്ടുള്ളത്. आज जलाया मंदिर बन गया उसके लिए। luar. स्टेट बना के रखा
मर्डर हुआ नहीं वो अलग बात है, लेकिन जो लेके 2 आदमी को मेन था, उनको जेल से निकाला।